ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഉത്സവത്തിന് പോവുകയാണ്. ചെട്ടികുളങ്ങര അമ്മയുടെ കുംഭഭരണി. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ കുംഭഭരണിക്ക്? പോയിട്ടുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ആദ്യമായിട്ടാണ് കുംഭഭരണി കാണാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ് ചെട്ടികുളങ്ങര അമ്പലം. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ആദ്യമായി പോയത്. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കുതിരകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെന്ന ഉടനെ വിശപ്പിൻ്റെ വിളി കാരണം നേരെ ഞങ്ങൾ സദ്യയിലോട്ടാണ് പോയത്. ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കൊഞ്ചും മാങ്ങയും തന്നെയായിരുന്നു. ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടും പിന്നെ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതിൻ്റെ ടേസ്റ്റ് അതിനുണ്ടും താനും. ഈരേഴ് വടക്ക് കരയുടെ കീഴിലായിരുന്നു ഞങ്ങൾ വന്നത്. ഇതാണ് അവിടുത്തെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം, അത് സെർവ് ചെയ്യുന്ന പ്ലേസും. കുറച്ച് നേരം അവിടെയൊക്കെ ചുറ്റിത്തിറങ്ങി ഞങ്ങൾ നേരെ കുതിരപ്പന്തിയിലേക്ക് പോയി. കുതിര ഇവിടെ ഓൾറെഡി റെഡി ആയിരുന്നു. കുതിരയുടെ വലിപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയത്തില്ല, എങ്കിലും കുതിരയുടെ താഴെ മുതൽ മുകൾ വരെ ഞാൻ കാണിച്ചു തരാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പരിപാടി കാണാനൊക്കെ ആളുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പേരും 3 മണിയായിരുന്നു ടൈം കൊടുത്തിരുന്നത്. പക്ഷെ 3 മണിക്ക് തന്നെ എത്തിയിട്ടും ഏകദേശം 4 മണിയൊക്കെ ആയി പ്രോഗ്രാം തുടങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്കും. അമ്പലത്തിൽ നിന്നും ചെണ്ടമേളവും നാദസ്വരവും ഒക്കെ ആയിട്ട് അതിൻ്റെ അകമ്പടിയോടെയാണ് നമ്മുടെ കുതിര സ്റ്റാർട്ടാവുന്നത്. അതുപോലെ തന്നെ കുതിരയുടെ ഈ ചട്ടത്തിലേക്കും ഇത് നമ്മളെ കൊല തൂക്കുന്ന ഒരു വഴിപാടുണ്ട്. അത് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ ധ്യാനിച്ചിട്ട് അത് കൊല തൂക്കുവാണെങ്കിൽ അത് അടുത്ത വർഷം തന്നെ നടക്കുമെന്നാണ് പറയുന്നത്. അതിൽ നിന്ന് പ്രസാദമായിട്ട് പഴവും കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു കാണിക്ക വഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പോയി ഞാനും പൈസ ഇട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു, നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നടക്കണേന്ന്. എന്തായാലും ഞാൻ പ്രാർത്ഥിച്ചത് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ, അല്ലെങ്കിൽ എന്നാണ് നടക്കുന്നത് ആ വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പറയാം കേട്ടോ. ഇത് അതിൻ്റെ ടീം അംഗങ്ങളാണ്. ഒത്തിരി പേരുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ കാണുന്ന ആൾ മാത്രമല്ലായിരുന്നു, അവരുടെ ഒരു ഈരേഴ് വടക്കെന്ന് എഴുതിയിട്ടുള്ള പെനിയനൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് ചേട്ടന്മാരും കുഞ്ഞു മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും റെഡി ആയിട്ട് വന്നിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ ചട്ടത്തിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിരുത്തി അവർ ഫോട്ടോസൊക്കെ എടുത്ത് അത് അവരുടെ ഒരു സന്തോഷം. പിന്നെ ശേഷം നമ്മുടെ ഈ കുതിരയിലേക്ക് അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന 2 ചേട്ടന്മാരും ഉണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു ഈ കുതിര പിടിക്കാനായിട്ട്. അവരുടെ കൺട്രോളിൽ ആയിരുന്നു കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരുന്നത്. പടക്കം പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കുതിരയുടെ ചട്ടം നീങ്ങാൻ തുടങ്ങി. പിന്നെ മഴ പെയ്ത് ആകെ നാശമായി കിടക്കുമായിരുന്നു നമ്മുടെ കണ്ടം. അതുകൊണ്ട് തന്നെ ചില ഭാഗത്തൊക്കെ ഭയങ്കര പാടായിരുന്നു കുതിര പോകാനായിട്ട്. ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇത്രയും വലിയ കുതിര പോലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. കുറേ വർഷങ്ങളുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഈ കുംഭഭരണി ഒന്ന് കാണുമെന്ന്. കാരണം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട് തൊട്ടടുത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ മാമൻ പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് തവണ ഈ കുംഭഭരണിയും അവിടുത്തെ കുത്തിയോട്ടവും അവിടുത്തെ ഈ ചടങ്ങുകളും എല്ലാം ഇങ്ങനെ കേട്ട് 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 വരണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് കൂടി വന്നുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ കുത്തിയോട്ടം കാണാൻ പറ്റിയില്ല. അടുത്ത വർഷം കുത്തിയോട്ടം കാണാനായിട്ട് വരണമെന്നുള്ള ഒരു പറച്ചിലൂടെയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത് തന്നെ. ഇത് കണ്ടോ, ഈ കണ്ട ഭാഗത്തൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അവരുടെ ആ ഒരു ഒത്തൊരുമയോടെയും എല്ലാത്തിൻ്റെ പ്രയത്നത്തിൻ്റെയും കൂടെ ആ കുതിര കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ടാണ് പോയത്. ഈ സമയത്തൊന്നും അമ്പലത്തിൽ തീരെ തിരക്കില്ലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അകത്തേറി തൊഴുവാനും എല്ലാം പറ്റുമായിരുന്നു. ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു. പല ടൈപ്പ് കച്ചവടങ്ങളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ദാഹിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് വെള്ളവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുള്ള ആംബുലൻസ് സൗകര്യവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുമ്പോട്ട് നടന്ന് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വന്നു. പുഷ്പാലങ്കാരം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത്രയും പൂക്കൾ കൊണ്ടിട്ട് അതും വളരെ മനോഹരമായിട്ടായിരുന്നു അമ്പലത്തിന് ഫുള്ളും ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ബജിയൊക്കെ വാങ്ങിച്ച് കഴിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് പിന്നെ രാത്രിയാണ് പോയത്. രാത്രി വരുമ്പോൾ തന്നെയും ഒരു ഫസ്റ്റ് കുതിര, അതായത് ഈരേഴ് തെക്കിൻ്റെ കുതിര മാത്രമേ കാഴ്ചക്കണ്ടത്തിൽ വന്നിട്ടുള്ളായിരുന്നു. ഈരേഴ് വടക്കിൻ്റെ കുതിരയാണ് ഇപ്പം ദേവിക്ക് ദർശനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നിരന്ന് വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. ഞങ്ങൾക്ക് തിരിച്ചെത്തേണ്ടതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ മാമൻ്റെ മോളാണ് എനിക്ക് വീഡിയോസൊക്കെ എടുത്തപ്പോഴത്തേക്ക് അവളാണ് എനിക്ക് അയച്ചു തന്നത്. എല്ലാ കുതിരകളും ഇതുപോലെ ഇങ്ങനെ നിരന്ന് വീഡിയോസ് ഇഷ്ടമായാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.